ബിഗ് ബോസ് വീട്ടിൽ നിന്നും ജിസേൽ തക്ര ലെവിറ്റ് ആയിരിക്കുന്നു. ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം നോമിനേഷൻ ഉണ്ടായിരുന്ന 4 പേർ, അതായത് ആദില, നൂറ, ജിസേൽ, നെവിൻ, ഇവരോട് 4 പേരോടും ആക്ടിവിറ്റി റൂമിൽ വന്ന് നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ഇവർക്ക് ഒരു ബ്ലൈൻഡ് ഫോൾഡ് കയ്യിൽ കൊടുക്കുന്നു. അത് ധരിക്കാൻ പറയുന്നു. അത് ധരിച്ചതിന് ശേഷം ഒരു ബസർ ശബ്ദം കേൾക്കും. ആ ബസർ ശബ്ദത്തിന് ശേഷം ഒരു പച്ചയും ചുമലയും ലൈറ്റ് ഇവരുടെ മുഖത്ത് നിന്ന് മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ബസർ കേൾക്കുമ്പോൾ ആരുടെ മുഖത്താണോ പച്ച ലൈറ്റ് വീണത് അവര് സേവ് ആകുന്നു, ആരുടെ മുഖത്താണോ ചുമല വീഴുന്നത് അവര് ഔട്ടാകുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. അങ്ങനെ ആദ്യം തന്നെ നൂറയും നെവിനും സേവ് ആവുന്നു. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്നത് ആദിലയും ജിസയിലുമായിരുന്നു. പിന്നീട് നടന്നത് വേറൊരു പ്രോസസ് ആയിരുന്നു. ഇവരോട് 2 പേരോടും ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ജിസേൽ ആര്യനെയും വിളിച്ചു, ആദില അനുമോളെയും വിളിച്ചു. അതിനുശേഷം ഇവർക്ക് ഇവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതി ഇവരുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അപ്പോൾ വായിക്കാൻ പാടില്ല. അതിനുശേഷം ആര്യനും അനുമോളും വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോയി. തിരിച്ച് ഇവരോട് വീണ്ടും ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കാൻ പറഞ്ഞു. പിന്നീട് അടുത്ത ബസർ ശബ്ദം കേട്ടപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ 2 ക്രൂവിലെ 2 ആളുകൾ വന്ന് ആദിലയും ജിസൈലിനെയും തിരിച്ച് കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു കാഴ്ച. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനോടും പ്രധാന വാതിലിന്റെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ആരാണോ പ്രധാന വാതിൽ വഴി കടന്നു വരുന്നത് അവര് സേവ് ആകും, അല്ലാത്ത ഒരാൾ എലിമിനേറ്റ് ആകും എന്നായിരുന്നു വന്നത്. അപ്പോൾ അതിന് ആദ്യം വന്നത് ആദിലയാണ്. അപ്പോൾ ജിസേൽ എവിക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ആര്യൻ വളരെയധികം പൊട്ടിക്കരഞ്ഞ് അകത്തോട്ട് പോയി. അങ്ങനെ ജിസേൽ തക്രാൽ എവിക്റ്റ് ആയി.